നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് 11 വികസന സമിതിയുടെയും ദേശീയ മൈതാനം കൂട്ടായ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം നടത്തി. വാർഡ് മെമ്പർ NB ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. വെങ്ങിണിശ്ശേരി സർവീസ് ബാങ്കിന്റെ നേതൃത്വത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാരന് ആദരവും യാത്രയയപ്പും നൽകി. നാട്ടിക MLA CC മുകുന്ദൻ ഔദ്യോഗിക ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. SNDP വെങ്ങിണിശ്ശേരി സൗത്ത് ശാഖ 2448 നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദന ചടങ്ങും ശാഖ അംഗങ്ങളുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. വാർത്തകൾ വിശദമായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് 11 വികസന സമിതിയുടെയും ദേശീയ മൈതാനം കൂട്ടായ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം നടത്തി. വാർഡ് മെമ്പർ NB ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഒരു പ്രോത്സാഹനമാണ്. ഇതുകൊണ്ട് മുഴുവനായിട്ട് നമ്മുടെ വിദ്യാഭ്യാസം മുഴുവനായിട്ട് നടക്കുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ചെറിയൊരു പ്രോത്സാഹനം. കാരണം നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കണം, നല്ല രീതിയിൽ മുന്നേറണം എന്നുള്ള പ്രതീക്ഷ കൊണ്ട് നമ്മൾ പ്രോത്സാഹനം ചെയ്യാനാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്കറിയാം, വലിയൊരു സ്കൂളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാതാപിതാക്കൾക്ക് പേടിയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലഹരി എന്നൊരു മാഫിയ നമ്മളെ പിടിമുറുക്കാൻ വേണ്ടിയിട്ട് ചുറ്റുമുണ്ട്. അതിലൊന്നും നമ്മുടെ കുഞ്ഞുമക്കൾ വീഴരുത്. കാരണം എന്താ വെച്ചാൽ നല്ല സൗഹൃദങ്ങൾ, നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. സൗഹൃദങ്ങൾ നന്നായാലാണ് നമ്മുടെ ലഹരി എന്ന് പറയുന്ന വിമുക്തും അങ്ങനെയുള്ള തുടങ്ങിയുള്ള ആപത്തുകളിൽ നിന്നും നമ്മൾക്ക് പിന്മാറാൻ പറ്റുകയുള്ളൂ. വിശാലമായ വഴി ധാരാളം പറ്റുന്നുണ്ട്. അതിൽ യാത്ര ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതാണ് നമുക്ക് അച്ഛനമ്മമാരെ അവരെ നോക്കേണ്ട ഒരു കടമ കുട്ടികൾക്കുണ്ട്. അത് പഠിച്ചു വലുതായി എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് ഉണ്ടാവണം എന്നാണ് ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ മെമ്പർ ഒരു 5ാമത്തെ വർഷം കൊടുക്കുന്ന ഈ പുരസ്കാരങ്ങൾ എനിക്ക് മുമ്പ് തൊഴിലാളികൾക്കും 60 വയസ്സ് കഴിഞ്ഞവർക്കും 70 വയസ്സ് കഴിഞ്ഞവർക്കും എല്ലാവർക്കും കുറേയായാലും മാസ്കായാലും സാരിയായാലും അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇന്ന് ഇവിടെ ചെയ്ത് ഇതുവരെ ഒരു മെമ്പർ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇന്നുവരെ ഇവിടെ ചെയ്തിട്ടുള്ളത്. കൂട്ടായ്മ പ്രസിഡന്റ് PV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. രാധാകൃഷ്ണൻ, CR ബാലകൃഷ്ണൻ, ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. CK പ്രദീപ്, CV വത്സൻ, CS പ്രദീപ്, CB കിഷോർ, വിനോഷ്, രാജഗോപാൽ, CC കുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. വെങ്ങിണിശ്ശേരി സർവീസ് ബാങ്കിന്റെ നേതൃത്വത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാരന് ആദരവും യാത്രയയപ്പും നൽകി. നാട്ടിക MLA CC മുകുന്ദൻ ഔദ്യോഗിക ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഇന്ന് നമ്മുടെ രാജ്യം മുഴുവൻ ഒരു സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കഴിവും ഇടപെടലൊക്കെ വളരെ മഹനീയമായ ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത്. നമ്മൾ ലോകത്തെ കാര്യം പറയേണ്ട കാര്യമില്ല, ഇന്ത്യയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ന് നമ്മുടെ കേരള സംസ്ഥാനത്ത്, ഇതുപോലൊരു സംസ്ഥാനത്ത് നമ്മുടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു മാറ്റം ജനങ്ങളും ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള പ്രസ്ഥാനമാക്കി മാറ്റിയെടുക്കുന്ന ഒരു വലിയ മഹനീയമായ ഒരു മേഖലയായിട്ട് മാറ്റിയെടുക്കാൻ ഈ സഹകരണ മേഖല കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വളരെയേറെ ചരിത്രങ്ങൾ, പഴയകാലത്തെ അനുഭവങ്ങൾ നമ്മൾ എടുത്തു പറയുന്നുണ്ട്. നമുക്ക് പഴയകാലത്തെ ചരിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്ന 1957 57 പുതിയ ചരിത്രം, നമ്മുടെ ലോകത്തൊക്കെ ചർച്ച ചെയ്യപ്പെട്ട പുതിയ ചരിത്രം നമ്മുടെ കേരള സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം സ്വകാര്യ ബാലറ്റ് പേപ്പറിൽ കൂടി അധികാരം നമ്മുടെ കേരളം പിടിച്ചെടുത്ത സാഹചര്യം നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ അധികാരത്തിന് ശേഷം നമ്മൾ വലിയൊരു മാറ്റം, ഞാൻ പ്രസ്ഥാനത്തിനെ കുറിച്ചൊന്നും പറയുന്നില്ല, അവിടെ ഇരിക്കുന്നവർക്ക് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും അറിയാം. ആ അധികാരത്തിൽ വന്നു തുറന്നതിന് ശേഷം വലിയൊരു മെച്ചപ്പെട്ട
ആരോഗ്യപരമായ മാറ്റങ്ങൾ കൂടുതൽ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു. ഒന്ന്, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ സംരക്ഷണ രംഗത്തും അതുപോലെ തന്നെ സഹകരണ മേഖലയും ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ബാങ്ക് പ്രസിഡന്റ് സതീഷ് ബാബു MP ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. ബേബികുമാറിനെ സംബന്ധിച്ചോളം അത് സാധ്യമാണ്. ബേബികുമാർ തന്റെ സർവീസ് ജീവിതത്തോടൊപ്പം തന്നെ അതിന് സമാന്തരമായി മറ്റൊരു കർമ്മമേഖലയിൽ വ്യാപൃതനായിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ബേബികുമാറിന്റെ സർവീസിന് ശേഷം അദ്ദേഹം ഇന്ന് അതിനോട് ജോലിയോടൊപ്പം സമാന്തരമായി കൊണ്ടു നടന്ന മേഖലയിൽ കൂടുതൽ പ്രവർത്തിക്കാനും അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലേക്ക് കടക്കാനും സാധ്യമാകും എന്നാണ് പറഞ്ഞത്. ഞാൻ മറ്റു കണ്ടൊരു സവിശേഷത എന്താണെങ്കിൽ പല ആളുകളും തന്റെ റിട്ടയർമെന്റിന് അടുക്കുമ്പോൾ ഒരു 1-2 വർഷം മാത്രം അവശേഷിക്കുമ്പോൾ അവരൊരു ആലസ്യത്തിലേക്ക് കടന്നു പോകാറുണ്ട്. ഇനി എന്തിനാണ് ജോലി ചെയ്യുന്നത്, ഞാൻ എന്തായാലും റിട്ടയർ ചെയ്യാൻ പോവുകയാണ്. അതിൽ നിന്ന് തീർത്തും വിഭിന്നമായ ഒരു വ്യക്തിയായിരുന്നു ബേബികുമാർ. ഇന്നലെ വരെ തന്റെ കർമ്മ മേഖലയിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു മെഡിക്കൽ സബ് കമ്മിറ്റി കൂടെ ഉണ്ടായി. അവിടെ ബേബികുമാറിന് വിലയേറിയ പല നിർദ്ദേശങ്ങളും അവിടെ വയ്ക്കുകയുണ്ടായി. ഞാൻ ആലോചിക്കുകയാണ്, കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കുടിശ്ശിക നിവാരണവും നിക്ഷേപ സമാഹരണമായി വളരെ യജ്ഞം നടത്തിയിരുന്നു. ഓരോ ആളുകൾക്കും ഓരോ ടാർജറ്റ് കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേബികുമാർ ഈ ആവശ്യത്തിന്റെ ഒട്ടും രാജനയില്ലാതെ വളരെ മുന്നിൽ നിന്ന് തന്നെ പല കുടിശ്ശികരുടെ വീട്ടിൽ ചെന്ന് കുടിശ്ശിക പിരിക്കുകയും നിക്ഷേപങ്ങൾ കളക്ട് ചെയ്യാൻ മുന്നിൽ നിന്നൊരു വ്യക്തിയാണ് ശ്രീ ബേബികുമാർ. ബാങ്കിന്റെ ഇന്റേണൽ ഓഡിറ്റർ തസ്തികയിൽ 31 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന KG ബേബികുമാറിന്റെ ചടങ്ങ് ആദരവ് നൽകി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി, ബാങ്ക് സെക്രട്ടറി KK അനിൽ, അവണിശ്ശേരി പഞ്ചായത്ത് അംഗം VI ജോൺസൺ, ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ KK വേലുക്കുട്ടി, PR കുട്ടപ്പൻ, KJ ജോസഫ്, CK മുരളീധരൻ, VV ഷിബു, KCEU ജില്ലാ പ്രസിഡന്റ് AS അൻവർ, KCEC മണ്ഡലം സെക്രട്ടറി PB ഷാജൻ, ഭരണസമിതി അംഗങ്ങളായ MS സത്യൻ, MK മുരളി, സ്റ്റാഫ് പ്രതിനിധികളായ KR ദർശന, KK ജോബി, DM ഉദയഭാനു എന്നിവർ സംസാരിച്ചു. SNDP വെങ്ങിണിശ്ശേരി സൗത്ത് ശാഖ 2448 നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദന ചടങ്ങും ശാഖ അംഗങ്ങളുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകര യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KC സതീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വെല്ലുവിളികളും കണ്ടും ഒക്കെ നേരിടാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമാണ് ഈ പ്രവർത്തനവുമായി മുമ്പോട്ട് പോയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ അർപ്പിതമായ കടമ എന്ന് പറഞ്ഞ പ്രവർത്തനം മാത്രമാണ്. നമ്മൾ ചെയ്യുന്നതിൻ്റെ തെറ്റും ശരിയും നന്മയും ഒക്കെ നിശ്ചയിക്കാൻ അതിനുള്ള വിധികർത്താക്കൾ എന്ന് പറയുന്നത് ശാഖയിലെ അംഗങ്ങളാണ്, നാട്ടുകാരാണ്. ഇത് ഈ പ്രസ്ഥാനത്തിൻ്റെ മാത്രം കാര്യമല്ല. എല്ലാ പ്രസ്ഥാനങ്ങളിലും ഉള്ള നേതൃസ്ഥാനത്തുള്ള ആളുകളൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 1903 SNDP യോടും ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ SNDP യോടും സ്ഥാപിച്ചു. അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നു. ഗുരു നമ്മുടെ പ്രസിഡൻ്റായിട്ടിരുന്നു. 1928 സെപ്റ്റംബർ 20 വരെ ഗുരു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതേമാതിരി തന്നെ മഹാകവി കുമാരനാശൻ അവരുടെ ജനറൽ സെക്രട്ടറിയായി 1915. ആ കാലഘട്ടത്തിൽ അവരനുഭവിച്ച ബുദ്ധിമുട്ടിൻ്റെ 1% പോലും ദേവീപർവ്വത്തും അതേമാതിരി തന്നെയായി നമ്മുടെ ഗിരിജൻ അവറുകളും അനുഭവിക്കുന്നു. അവരൊക്കെ ഇവിടെ ഉഴുത് മറിച്ചിട്ട മണ്ണിലാണ് നമ്മൾ ഈ വിത്തും ഭാവിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ സംഘടന കൊണ്ട് ശക്തരാകുമെന്ന് നമ്മളോട് ഉദ്ഘോഷിച്ച ഗുരുദേവൻ തന്നെ ഇത് കടപ്പുറത്തെ മണൽത്തരികളാണ്, ഒന്നിനോടൊന്ന് ചേരില്ല എന്ന് നമ്മളോട് ഗുരുദേവൻ തന്നെ വിളിച്ചു പറയുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ സമുദായം. ശാഖാ പ്രസിഡന്റ് AK ഗിരിജൻ അധ്യക്ഷത വഹിച്ചു. യോഗം ഇൻസ്പെക്ടറിംഗ് ഓഫീസർ സുഭാഷ് തേങ്ങാമുച്ചി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു.
പെരിങ്ങോട്ടുകര യൂണിയൻ വൈസ് പ്രസിഡന്റ് സുനിൽ കൊച്ചത്ത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും അനുമോദിച്ചു. യൂണിയൻ കമ്മിറ്റി മെമ്പർ ഷൺമുഖൻ കളപ്പുരയ്ക്കൽ, യൂണിയൻ കൗൺസിലർ പ്രദീപ് പാണപ്പറമ്പിൽ, ശാഖാ മരണാനന്തര സമിതി പ്രസിഡന്റ് ജനാർദ്ദനൻ തടത്തിൽ, വനിതാ സംഘം യൂണിറ്റ് സെക്രട്ടറി വിജയ ഷൺമുഖൻ, വനിതാ സംഘം പ്രസിഡന്റ് അംബിക മോഹനൻ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് അരുൺ മുണ്ടനാട്ട്, ശാഖ വൈസ് പ്രസിഡന്റ് മനോജ് അയ്യപ്പത്ത്, ശാഖാ സെക്രട്ടറി രവി പറവത്ത്, ശ്രീജിത രാജൻ എന്നിവർ സംസാരിച്ചു. കോടന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വിദ്യ രാജഗോപാല മന്ത്രാർച്ചന നടത്തി. ക്ഷേത്രം മേൽശാന്തി രാകേഷ് കരിപ്പേരി മഠത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. നമ്മുടെ ഗുരുകാരണന്മാര് ഒക്കെ പ്രാർത്ഥിക്കുക. ഓം ഏകദന്തം മഹാകായം തപ്തകാഞ്ചന ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ക്ഷേത്രം സെക്രട്ടറി രവീന്ദ്രൻ, കമ്മിറ്റി മെമ്പർമാരായ സജി മുരളീധരൻ, ലതാ ഗോപി, വത്സല ശിവരാമൻ, വള്ളി ദേവയാനി, ഭക്തജന സമാജം പ്രസിഡന്റ് ലീല ബാബു, സെക്രട്ടറി പ്രശാന്തി ഷിബു, ട്രഷറർ സുനിത ഹരിദാസ് എന്നിവർ നേതൃത്വം നൽകി. അർച്ചനയിൽ 100-ൽ പരം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. SFI ചേർപ്പ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് ജൂനിയർ ബേസിക് സ്കൂളും പരിസരവും, ഹെർബർട്ട് കനാൽ, തോപ്പ്, മുത്തുള്ളിയാൽ, ചെറുചേനം എന്നിവിടങ്ങളിലെ ബസ് സ്റ്റോപ്പുകളും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പടിഞ്ഞാട്ടുമുറി JBS സ്കൂളിലെ പ്രധാന അധ്യാപിക ലതിക ഉദ്ഘാടനം ചെയ്തു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ചേർപ്പ് SFIയുടെ ലോക്കൽ കമ്മിറ്റി പ്രവർത്തകർ ഇന്ന് ഇവിടെ JBS സ്കൂൾ വരികയും അവർ ശുചീകരണ പ്രവർത്തനങ്ങൾ പങ്കാളികളായതിൽ വളരെ അധികം സന്തോഷമുണ്ട്. അവരോട് ആദ്യമായി നന്ദി പറയട്ടെ. ഇനിയും ഇതുപോലെ കുട്ടികൾ മുന്നോട്ട് വരണമെന്ന് ഒരു അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. നമ്മുടെ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളിലും അവർ ഒരുപാട് പങ്കുവഹിക്കുന്നുണ്ട്. വളരെ നന്ദി. ഈ അധ്യയന വർഷത്തിന്റെ പഠിക്കലാണ് നമ്മൾ നിൽക്കുന്നത്. സ്കൂളുകൾ തുറക്കാറായി. അതിന്റെ ഭാഗമായിട്ട് ചേർപ്പ് വെസ്റ്റ് JBS സ്കൂളിൽ SFI ചേർപ്പ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി. അതുപോലെ വിദ്യാർത്ഥികൾ ഇനിയും മറ്റുള്ളവർ ഇത് മാതൃകയാക്കി മുന്നോട്ട് വരണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അവർ ചെയ്ത എല്ലാ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും വിദ്യാലയത്തിന്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചു. SFI ചേർപ്പ് ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് നിഖിൽ അധ്യക്ഷത വഹിച്ചു. അധ്യാപകൻ അബ്ദുൽ അഹദ് സംസാരിച്ചു. SFI ചേർപ്പ് ലോക്കൽ സെക്രട്ടറി ആദിത്യൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ആദിദേവ്, കീർത്തന, നന്ദന, ശിവദത്ത്, അനിദേവ് എന്നിവർ നേതൃത്വം നൽകി. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയിൽ ബാലവേദിയുടെ നേതൃത്വത്തിൽ ഒരു ദിവസത്തെ അവധിക്കാല ക്യാമ്പ് അക്ഷരമുറ്റത്തെ കളിയൂഞ്ഞാൽ സംഘടിപ്പിച്ചു. വായനശാല വൈസ് പ്രസിഡന്റ് PP ധനലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജയാനന്ദന്റെ മേൽനോട്ടത്തിൽ ബാലവേദിയുടെ പുതിയ ഭാരവാഹികളായി ജുവൽ മേരി പ്രസിഡന്റായും, അന്ന റോസ് വൈസ് പ്രസിഡന്റ്, നക്ഷത്ര KS സെക്രട്ടറി, ശ്രീപ്രിയ CS ജോയിന്റ് സെക്രട്ടറി എന്നിവരായി തിരഞ്ഞെടുത്തു. തുടർന്ന് ബാലവേദി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അരങ്ങേറി. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ചന്ദ്രഗിരി. ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പറഞ്ഞാൽ എന്താ? അഗ്നിച്ചിറകുമായി നക്ഷത്രരാജ്യം തേടും മനുഷ്യനെ വാർത്തെടുക്കാൻ. അഗ്നിച്ചിറകുമായി ആകാശത്തേക്ക് പറന്നു വരുന്നു കോളങ്ങളെടുത്ത് അമ്മാനെ പാടുന്ന ശാസ്ത്രസന്താനങ്ങളെ വാർത്തെടുക്കുന്ന ഭൗമനില വശ്യചന്ദ്രമായ ഒരു ഗ്രാമത്തിന്റെ തിലകൂടെയാണ് പ്രൗഢോജ്വലമായ മണിമന്ദിരങ്ങളുടെ സമുച്ചയം ഗവൺമെന്റ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ചന്ദ്രഗിരി. ടിവിയിൽ 6 മാസം എക്സ്ക്ലൂസീവ് എന്ന വാർത്ത കൊണ്ട് ഓർക്കുന്നില്ലേ? ഞാനിപ്പോഴും ഓർക്കുന്നു. തീരമേ തീരമേ നീറുമല കടലാഴമേ ദൂരമേ ഹൃദയദ്വീപിൽ
കൃഷ്ണമായി പുൽക കിരണകരങ്ങളായി. തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൈപുണി വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും പ്രവേശനോത്സവവും നടത്തി. നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. തന്നെ ചരിത്രപരമായ മാറ്റങ്ങൾ കുറിച്ച മഹാത്മാഗാന്ധിയുടെ ചരിത്രത്തെക്കുറിച്ച് കുറേശ്ശെ നമ്മളറിയാനും ബന്ധപ്പെടാനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തന ശൈലി നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ടാകണം, അധ്യാപകർക്കുണ്ടാകണം, അതുപോലെ തന്നെ ജനപ്രതിനിധികൾക്കുണ്ടാകണം. അദ്ദേഹം നമ്മുടെ രാജ്യത്തിനായി സമർപ്പിച്ച ഒരുപാട് ആശയങ്ങൾ നമ്മെ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയുടെ പുതിയ ആശയങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ പഴയ ആശയം കൂട്ടിയോജിപ്പിച്ച് മാതൃകാപരമായി മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് നമ്മുടെ ഈ പ്രവേശന ഉത്സവവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ സർക്കാരിൻ്റെ പ്രവർത്തനം വിദ്യാഭ്യാസ രംഗത്ത് മറ്റുള്ളതിനുപരിയായി വിദ്യാഭ്യാസ രംഗത്ത് പല രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മുടെ കേരള സംസ്ഥാനം ഭരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ തന്നെ ചരിത്രപരമായ, ലോകത്തിൽ തന്നെ ചരിത്രപരമായ ഒരു നാൾ നമുക്കുണ്ടായിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരണം, ഞാൻ എടുത്തു പറയുന്നില്ല. നമ്മുടെ കേരള സംസ്ഥാനം തന്നെ രൂപീകരിക്കപ്പെടുന്നത് വളരെ ചരിത്രപരമായ ചില ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്. 1957 നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. അതിനുശേഷം ഒരു ഏകാധിപത്യ ഭരണം നമ്മുടെ രാജ്യത്ത് വേണ്ട എന്ന് നമ്മുടെ കേരള സംസ്ഥാനത്ത് ഉയർന്നു വന്ന ആശയത്തിൻ്റെ ഫലമായൊരു പ്രഖ്യാപനമുണ്ടായി. ഒരു ജനകീയ പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരാനും അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു ഏകാധിപത്യ ഭരണം മാറ്റി ഒരു ജനകീയമായ സ്വഭാവത്തോടെ ഒരു ഭരണം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 1957 നമ്മുടെ സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഒരു വലിയ തെരഞ്ഞെടുപ്പ് നമ്മുടെ കേരളത്തിലുണ്ടായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബ്രിജി KB പദ്ധതി വിശദീകരണം നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത, വൈസ് പ്രസിഡന്റ് PK അനിത, ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കലാവി, ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ചിത്രകുമാർ TV, PTA പ്രസിഡന്റ് സജീഷ് MS, സ്കൂൾ പ്രിൻസിപ്പൽ ആശ MA, പ്രധാന അധ്യാപിക അബ്സത്ത് A, VHSS പ്രിൻസിപ്പൽ ഷിജി PP, SDC കോർഡിനേറ്റർ മുസ്തു ബിഷാത്ത് CA എന്നിവർ സംസാരിച്ചു. കള്ളപ്പണ കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക, കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളയിൽ പ്രതികളായ K രാധാകൃഷ്ണൻ MPയും AC മൊയ്തീൻ MLAയും തൽസ്ഥാനങ്ങൾ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. 180 കോടി രൂപ ഒരു സഹകരണ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത് എനിക്ക് നിങ്ങൾക്കും അറിയാം. സഹകരണ ബാങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ഞാനും നിങ്ങളും ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മൾക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും മിച്ചം പിടിച്ചുകൊണ്ട് കുറച്ച് പണം നമ്മൾ സഹകരണ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. എന്തിനാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? മക്കളെ പഠിപ്പിക്കാൻ, മക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടി, അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി, ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി, കുടുംബത്തിൽ ഏതെങ്കിലും കല്യാണമുണ്ടെങ്കിൽ, അടുത്ത കല്യാണമുണ്ടെങ്കിൽ, സഹോദരന്റെ വീട്ടിലെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ ഈ സഹകരണ ബാങ്കിൽ ചെറിയ നിക്ഷേപങ്ങൾ നമ്മൾ സ്വരൂപിക്കും. അങ്ങനെ സ്വരൂപിക്കുന്ന പണം എത്രയോ കാലമായി കരുവന്നൂർ ബാങ്ക് നിലനിൽക്കുകയാണ്. 40 വർഷത്തിന് മേലെയുള്ള കരുവന്നൂർ ബാങ്കിലെ ഡെപ്പോസിറ്റ് നമ്മൾ കണക്കാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം 400 കോടി രൂപയുടെ മേലെ ഡെപ്പോസിറ്റ് ഉള്ള ബാങ്കിൽ പ്രിയമുള്ളവരെ 2003 മുതൽ ഇതിൽ കക്കൽ തുടങ്ങി എന്നുള്ളതാണ്. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, TV ഷൈൻ, ജീജ ശിവൻ, CG അജിത് കുമാർ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PC ജയബാലൻ, മധു അന്തിക്കാട്ട്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിന്ദു പ്രദീപ്, ശ്രീദേവി മാധവൻ എന്നിവർ സംസാരിച്ചു. വളപ്പാട് ബീച്ച് GDM LP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനം നടന്നു. നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു.
നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിന് ആവശ്യമായ ഫണ്ട് അനുവദിച്ചത് ഇപ്പോൾ അത് കല്ലിട്ടേന്റെ പ്രവർത്തനം ആരംഭിക്കാം. നമ്മുടെ കുട്ടികളൊന്നും ഉയർന്ന രീതിയിലേക്ക് പഠിക്കാൻ അന്വേഷിച്ച് പോകേണ്ടതില്ല. നമ്മുടെ നാട്ടിൽ തന്നെ അതുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്നതിനുള്ള സൗകര്യമായ രീതിയിലുള്ള പ്രവർത്തനം ആരംഭിക്കുക എന്നുള്ളതാണ്. അതാണ് ആദ്യമായി വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ തൊട്ടടുത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നത്. അപ്പം അതിൻ്റെ പ്രവർത്തനം അതിൻ്റെ വീഡിയോ കൂടി ആലോചിച്ചിട്ട് പ്രവർത്തനം നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഏറ്റവും ചുമതല കഴിയും മുമ്പ് തന്നെ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യണം എന്നാണ് ആ ഡിപ്പാർട്ട്മെന്റിനോട് ഞാൻ പറഞ്ഞത്. എന്തായാലും കഴിയും. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിലെത്തുന്ന കുട്ടികളെ വരവേൽക്കാനായാണ് സ്കൂൾ PTA നേതൃത്വത്തിൽ പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. പാർക്ക് ഒരുക്കിയ ആർട്ടിസ്റ്റ് വിജയകുമാർ, വിദ്യാലയത്തിൽ നിന്നും മാറിപ്പോകുന്ന KG അധ്യാപികമാരായ പാർവതി ദിലീപ്, CD ദിവ്യ എന്നിവരെ ഉപഹാരം നൽകി MLA ആദരിച്ചു. സ്കൂൾ വികസന സമിതി വർക്കിംഗ് ചെയർമാൻ RR സുബ്രഹ്മണ്യൻ, പ്രധാന അധ്യാപകൻ CK ബിജോയ്, ഗ്രാമപഞ്ചായത്ത് അംഗം രശ്മി ഷിജോ, വിജിത ഹരിലാൽ, സരിത രാജു, സബിത കലേഷ്, ഷാനി അസീസ്, CB സിജ എന്നിവർ സംസാരിച്ചു. തൃശൂർ കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അക്ഷരമുറ്റം 2025 വിദ്യാർത്ഥികൾക്കായുള്ള പഠനോപകരണങ്ങളുടെ വിതരണം നടത്തി. ഗിന്നസ് കലാമണ്ഡലം ഹേമലത ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പ്രസാദ് കിഴക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സന്ധ്യ ദേവിദാസൻ, കൂട്ടം ചാരിറ്റി സെക്രട്ടറി ഇന്ദിര ബാലൻ തോട്ടത്തിൽ, വൃന്ദ ടീച്ചർ, പോൾ ജോർജ് എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9,732 രൂപ, പവന് 77,856 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് 11 വികസന സമിതിയുടെയും ദേശീയ മൈതാനം കൂട്ടായ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം നടത്തി. വാർഡ് മെമ്പർ NB ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. വെങ്ങിണിശ്ശേരി സർവീസ് ബാങ്കിന്റെ നേതൃത്വത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാരന് ആദരവും യാത്രയയപ്പും നൽകി. നാട്ടിക MLA CC മുകുന്ദൻ ഔദ്യോഗിക ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. SNDP വെങ്ങിണിശ്ശേരി സൗത്ത് ശാഖ 2448 നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദന ചടങ്ങും ശാഖ അംഗങ്ങളുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.